സെർവൈക്കൽ സ്പോണ്ടിലോസിസ് അഥവാ നമ്മുടെ കഴുത്തിലെ സ്പൈൻ ജോയിൻസിനുണ്ടാകുന്ന തേയ്മാനം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒരു വിയർ ആൻഡ് ടിയർ, പ്രത്യേകിച്ച് സ്ത്രീ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുകയും അത് കാരണം സ്ട്രെങ്ത് കുറയുകയും ഈ തേയ്മാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു കഴുത്തിൻ്റെ കേസിൽ ഇംപ്രോപ്പർ പോസ്ചർ, അതായത് നമ്മൾ കിടക്കുമ്പോഴും പ്രത്യേകിച്ച് സ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ലാപ്ടോപ്പ് ആയാലും മൊബൈലായാലും നമ്മൾ നന്നായിട്ടുള്ള ഒരു പോസ്ചർ കീപ്പ് ചെയ്യാത്തത് കാരണവും ഈ ഒരു കണ്ടീഷനിലേക്ക് നയിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രീറ്റ് ചെയ്യാത്ത ഇഞ്ചുറി, എന്തെങ്കിലും ഷോൾഡർ റിലേറ്റഡോ കഴുത്തിലോ ഒരു ലിഗമെന്റ് ടെൻഡൻ ഇഞ്ചുറി പറ്റിയിട്ട് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാതെ വിട്ടേക്കുവാണെങ്കിൽ അതും ഈ തേയ്മാനത്തിലേക്ക് നയിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായി കണ്ടുവരുന്ന കാരണങ്ങൾ. ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും കഴുത്ത് സ്വെല്ല് ചെയ്തിരിക്കുക, അതോടൊപ്പം നല്ല വേദന അനുഭവപ്പെടുക, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ തലവേദന അനുഭവപ്പെടുക, ഇതൊക്കെയാണ് മൈൽഡ് കേസസിൽ കണ്ടുവരുന്നത്. കുറച്ചുകൂടി സിവിയർ കേസസിൽ, അതായത് ഒരു റേഡിക്കുലോപ്പതി, മൈലോപ്പതി, അതായത് ഇത് തേയ്മാനം സംഭവിച്ചിട്ട് സ്പൈനൽ കോഡിനെയോ നെർവ് റൂട്ടിനെയോ കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ, ആ ഒരു സിവിയറിറ്റിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഒരു മരവിപ്പ് അനുഭവപ്പെടാം, അതുപോലെ തന്നെ ഉറുമ്പെഴയുന്ന ഒരു ടിംഗ്ലിങ് സെൻസേഷൻ അനുഭവപ്പെടാം. ഈ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സ്, അതായത് നമ്മുടെ വിരൽ കൊണ്ട് ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് തടയാമെന്ന് നോക്കാം. പ്രധാനമായും കൃത്യമായിട്ടുള്ളൊരു പോസ്ചർ, അതായത് കിടക്കുമ്പോഴും നമ്മൾക്ക് സ്ക്രീൻ ഉപയോഗിക്കുമ്പോഴും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ്, ഒരു നമ്മുടെ ഏർലി ഏജസിൽ നമ്മൾ എല്ലാ ജോയിൻസിനും സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും ചെയ്തു പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ടെക്കീസൊക്കെ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ പോസ്റ്റർ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അവരിലൊക്കെ ഏർലി ഏജസിൽ തന്നെ ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നതാണ്. അപ്പോൾ അവർക്ക് ഉള്ളൊരു ചെറിയൊരു ടിപ്പാണ്, അതായത് നമ്മൾ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കഴുത്തിനൊരു സ്ട്രെച്ചിങ് കൊടുക്കുക. കുറച്ച് എഴുന്നേറ്റ് ഒരു ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഇടവിട്ട് ഈ ഒരു സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴുത്തിന് സർക്കുലേഷൻ വരാനും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പർ ഡയറ്റ് എടുക്കുക, സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളാണ്. ഇനി എങ്ങനെ മാനേജ് ചെയ്യണം? ഈ ഓസ്റ്റോ ആർത്രൈറ്റിസ് കേസിനെ പോലെ തന്നെ മൈൽഡ് ടു മോഡറേറ്റ് കേസിൽ നമുക്ക് ഈ കണ്ടീഷനും ആയുർവേദം കൊണ്ട് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സിവിയർ കേസസിൽ സർജറി മാത്രമാണ് ഓപ്ഷൻ. നമ്മുടെ മൈൽഡ് ടു മോഡറേറ്റ് കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ആദ്യം അതിനെ മാറ്റുന്നതായിരിക്കും നമ്മുടെ പ്രൈമറി ഫോക്കസ്. അതിനുശേഷം സ്പൈനൽ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതിനുശേഷം ഈ ഒരു സ്ട്രെങ്തനിങ് പ്ലസ് ഇന്റേണൽ മെഡിക്കേഷൻ ഇവിടെ ആകുമ്പോൾ നന്നായിട്ട് നമുക്ക് ഈ കണ്ടീഷൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഈ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റോ ആർത്രൈറ്റിസ് കേസുകളിലെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സസൈസ് പ്ലസ് പ്രോപ്പർ ഡയറ്റ്. ഇപ്പോൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പോസ്റ്ററും കൂടെ അതിൽ പ്രധാനമായും വരുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പരമാവധി ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി നിൽക്കാം, വരാതെ നോക്കാം. എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായൊരു ജീവിതം ആശംസിക്കുന്നു.